സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമന്റ് വഴി അറിയിക്കുക കേട്ടോ. നമ്മുടെ വീട് ക്ലീനിങ് ആണെങ്കിലും പല കാര്യങ്ങളും എളുപ്പമാക്കുന്ന പല ടിപ്സുകളും ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മളുടെ കർപ്പൂരകം എന്ന് പറയില്ലേ, അത് കർപ്പൂരം നമുക്ക് എന്താ പറയാ, എല്ലാ കടകളിലും കിട്ടുന്ന കർപ്പൂരം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല. പച്ചമരുന്ന് കടയിൽ വിൽക്കുന്ന പച്ച കർപ്പൂരം ഇതാണ് അത് കേട്ടോ. നമ്മളുടെ മറ്റുള്ള കടകളിലൊക്കെ റൗണ്ടിലൊക്കെ കിട്ടുന്നത് എന്താ പറയാ, അത് അത്ര കൂടെ ഗുണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത് മേടിച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ ഇതും മേടിച്ച് ഉപയോഗിച്ചപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ മരുന്ന് കടയിൽ പോയി പച്ച കർപ്പൂരം തന്നെ വാങ്ങണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതൊരു കടലാസിലേക്ക് ഇട്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഒന്ന് എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് തട്ടി കൊടുത്താൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ ഈ കർപ്പൂരം പൊടിച്ചതും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും എന്താ പറയുക, പെയിൻ്റെ ശല്യം ഉള്ളവർക്ക് പോലും തലയിൽ ആ ഒരു കായല്ലേ അതുവരെയും കൊഴിഞ്ഞു വീഴുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പച്ച വെളിച്ചെണ്ണയും പച്ച കർപ്പൂരവും കൂടെ തലയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് അരമണിക്കൂർ വെക്കണം. അപ്പോൾ നമ്മൾ ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ നമ്മളുടെ സാധാ കവറാണെങ്കിലും കെട്ടി വെച്ച് കൊടുക്കുക അരമണിക്കൂർ കേട്ടോ. അതിങ്ങനെ ഈരക്കായൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നതായിട്ട് കാണാം. പെയിനൊക്കെ ഇങ്ങനെ ഇതായി വീഴും, അടർന്ന് വീഴും കേട്ടോ. എന്നിട്ട് നിങ്ങൾ കഴിക്കാഞ്ഞാൽ മതി. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. നമ്മൾ പെയിനിന്റെ മരുന്നൊക്കെ മേടിച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒക്കെ വളരെ അധികം. ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള പാത്രങ്ങൾ നിങ്ങൾ ആരും കളയരുത്. പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഞാൻ നല്ല രീതിയിൽ ഓട്ടയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കർപ്പൂരവും, പൊടിക്കാത്ത കർപ്പൂരവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും, ഉപ്പും കർപ്പൂരവും, നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന 2 സാധനങ്ങളാണ്. പല അസുഖങ്ങളും വരാതിരിക്കുവാനും വളരെ നല്ലതാണ്. കർപ്പൂരകം രോഗാണുക്കളെ വരുത്താതിരിക്കുവാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. പച്ച വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. വളരെ കുറച്ച് എണ്ണ എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന കർപ്പൂരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന നെഞ്ചത്ത് കഫം ഇരുന്നിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ട്, ശ്വാസമുട്ട് അല്ലെങ്കിൽ ചുമ അങ്ങനെയൊക്കെ വരില്ല. അപ്പോൾ ആ നെഞ്ചത്ത് നടുവിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മരുന്ന് കൊടുക്കണം, എന്നാലും ആ ഒരു നമുക്ക് ശ്വാസം കിട്ടാണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളില്ലേ അതൊക്കെ മാറിക്കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ കുപ്പികൾ വളരെ അധികം ഉണ്ടാവില്ലേ, പെപ്സിയുടെ ആണെങ്കിലും കൊക്കക്കോളൻ്റെ ആണെങ്കിലും എല്ലാം. അത് ഇതുപോലെ ഒന്ന് കഷ്ണിച്ചെടുക്കുക കേട്ടോ. ആ മൂടിയുടെ ഭാഗം ഇതുപോലെ നല്ല കറക്റ്റായിട്ട് കഷ്ണിച്ചെടുത്തതിന് ശേഷം 4 സൈഡിലായിട്ട് ഇതുപോലെ ഓട്ടയിട്ട് കൊടുക്കുക. 4 സൈഡിൽ കേട്ടോ. 4 കറക്റ്റ് ആയിരിക്കണം. അതിന്റെ നേരെ തന്നെ 4 എണ്ണം. അടുത്തതായിട്ട് നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ഏതൊരു തുണിയാകട്ടെ, നമ്മൾ കുട്ടികളുടെ തുണിയാണ്. ഇപ്പം ഞാൻ ഇത് എൻ്റെ പലാസോ വന്നിട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് അത് നല്ല രീതിയിൽ സ്റ്റിച്ചൊക്കെ അഴിച്ച് കളഞ്ഞതിന് ശേഷം ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് തുണിയോ ആകട്ടെ, നമ്മളുടെ കുട്ടികളുടെ ബനിയനാകാം, എന്താണെങ്കിലും അത് നമുക്ക് കളയണ്ട. നമുക്ക് വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് അത് ഈവനായിട്ട് നല്ല ഈക്വലായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കഷ്ണിച്ചെടുക്കുക. അത് കറക്റ്റ് ആയിട്ടൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് രീതിയിലാണെങ്കിലും ഇതുപോലെ നീളനെ തന്നെ ഇങ്ങനെ വെട്ടി എടുക്കുക കേട്ടോ. ഫുള്ള് ഒരു പലാസോ ഫുള്ള് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഈക്വൽ ആയിട്ട് ഇതുപോലെ രണ്ട് വിഭാഗമായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു തുണി കൊണ്ട് ഇത് നടുവിനെ ഇങ്ങനെ കെട്ടി നല്ല മുറുക്കി കെട്ടി കൊടുക്കുക കേട്ടോ. നമ്മളുടെ കുപ്പിയിൽ 4 ഓട്ട ഇട്ടിട്ടില്ല, അതിൽ 4 ഇത് ക്രോസ് ചെയ്ത് നമ്മൾ ഇതുപോലെ തുണി കയറ്റി കൊടുത്തിട്ടുണ്ട്. ഈ തുണി തന്നെയാണ് ഞാൻ അതിൽ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കണം. നല്ല സ്ട്രോങ് ആയിരിക്കണം, ലൂസ് ആകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഇത് അഴിച്ചിട്ട് നമുക്ക് കഴുകി എടുക്കാനും പറ്റും. എന്നാൽ നമുക്ക് എന്താ പറയാ, കഴുകി എടുക്കാനും പറ്റും, ഉണക്കാനും പറ്റും. മോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മൾ ഇതുപോലെ ഇപ്പോൾ നമുക്കൊരു മാറാമ്പല തട്ടുന്ന ഒരു ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പല വിധത്തിൽ ഇത് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു തരുന്നത് നമ്മൾ പൊടിയൊക്കെ തട്ടിക്കളയാനായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പൊടികളെല്ലാം മാറാലൊക്കെ പോകാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ താഴെയുള്ള എല്ലാ ദിവസവും നമ്മൾ അടിക്കുന്നതിന് തുടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ മാറാമ്പല് പിടിക്കലൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വൈപ്പറിന്റെയൊക്കെ ഇതുപോലുള്ള കോലൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പം അതൊന്ന് ആ കുപ്പിയുടെ മൂടിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് ഒരു സെലോ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുപ്പിയിലേക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കോലിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫാൻ തുടക്കുവാനും നല്ല രീതിയിൽ തന്നെ പൊടികളൊക്കെ പോകാനായിട്ട് സഹായിക്കും കേട്ടോ. നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറാല ശല്യമോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ എന്നും അടിച്ചു വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ജനാലൊക്കെ കൊട്ടി ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിരിക്കും. അതുപോലെ തന്നെ
നമ്മുടെ പ്ലെയിൻ ഗ്ലാസുകളൊക്കെ തുടക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ, അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തുടക്കാൻ സാധിക്കും കേട്ടോ. നല്ല പോലെ തന്നെ പൊടി പോകുവാനും അതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടാനും സഹായിക്കും. മാറാല തട്ടാനായിട്ടും ഇത് സഹായിക്കുന്ന, ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഇത് കഴുകി വെക്കുവാനും സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കർപ്പൂരം പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ കർപ്പൂരവും മെൽറ്റായി കിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പല്ലി, പാറ്റ, ഉറുമ്പൊക്കെ വരുന്ന എവിടേക്കാണോ അവിടേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീട്ടിൽ അതിന്റെ ശല്യമേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഒക്കെ ഇതുകൊണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസുകളൊക്കെ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് തുടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീനും ആകും. അതുപോലെ തന്നെ പ്രാണികളെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ആ കോല് കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. നമ്മൾ ഈ ഒരു സോപ്പിന്റെ ബാർ മേടിച്ചാൽ പെട്ടെന്ന് അത് അലിന്ന് പോകാറുണ്ട് ആ പാത്രത്തിൽ. പിന്നെ നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്ന ഒരു 10 ദിവസം കൂടി നമുക്ക് കൂട്ടി കിട്ടുവാനും ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കവറിൽ തന്നെ വെച്ചിട്ട് ചുറ്റിനും റബ്ബർ ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള കവറിന്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ആ പാത്രത്തിൽ വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇരുന്ന് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ആ ഒരു ഇത് പോയിട്ട് നല്ല കട്ടയായിട്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കുന്നത് വരെയും കട്ടയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നല്ല നമുക്ക് കുറച്ച് ദിവസം കൂടുതൽ ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ അലിഞ്ഞ് ഒരു ഇതാവാതെ നല്ല കട്ടയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് അലൂമിനിയം പാത്രവും അതുപോലെ തന്നെ സ്റ്റീൽ പാത്രം, പ്ലേറ്റ് ഒക്കെ നല്ല പെട്ടെന്ന് പളപള തിളങ്ങാനായിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കാം. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ആ ബാർ സോപ്പിൽ നമ്മൾ പാത്രം ഡിഷ് വാഷ് കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് സോപ്പാണോ ആ സോപ്പ് ഇതുപോലെ ഒന്ന് ചീകി എടുക്കാം കേട്ടോ. വളരെ വളരെ ഉപകാരപ്രദമായ ഒരു ലിക്വിഡാണ് കേട്ടോ. നമ്മൾ കൈക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാലും ഒക്കെ ഒരു ഉളുമ്പ് മണം ഉണ്ടാവില്ല. അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് ഉപകാരപ്രദമാണ് കേട്ടോ. ഞാനൊരു ഭാഗം മാത്രമേ ഈ ഒരു സോപ്പ് ചീകി എടുത്തിട്ടുള്ളൂ. ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10-15 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള ലിക്വിഡ് ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ചീകി വെച്ചേക്കുന്ന ആ സോപ്പിലേക്ക് നമ്മൾ തിളച്ച വെള്ളം 3 ഗ്ലാസ് 500 ml വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ചൂടുവെള്ളം ഒഴിക്കുന്നതിന്റെ കാരണം അത് നല്ലതുപോലെ അലിഞ്ഞ് നമുക്ക് മിക്സായി കിട്ടുവാൻ വേണ്ടിയാണ്. അലുമിനിയം പാത്രമൊക്കെ തേച്ച് കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ലിക്വിഡ് വെച്ച് നമ്മൾ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊക്കെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടും കേട്ടോ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലുമിനിയം പാത്രം കഴുകുന്നതിനെ കുറിച്ച്. അതിനുള്ള നല്ലൊരു ടിപ്പാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അച്ചാറിലൊക്കെ ഒഴിക്കുന്ന വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വിനാഗിരി ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ നമ്മൾ ഇറച്ചി മീനൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ സിങ്കിനൊക്കെ ഒരു വല്ലാത്തൊരു മണമായിരിക്കും. പാത്രത്തിനാണെങ്കിലും എത്ര നമുക്ക് കഴുകിയാലും മണം പോവില്ല. അങ്ങനെയുള്ള ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകി കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് ആ മണമൊക്കെ പോയി ഉളുമ്പ് മണമൊക്കെ പോയി നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഏത് ഒരു ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചാൽ ഇതൊരു 15 ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാകും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയൊക്കെ കുറച്ച് ദിവസം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് വാടിയ പോലെ ആയി പോകും. നമുക്ക് അരിയുമ്പോഴൊക്കെ ഒരു ക്രഞ്ചി ആവില്ല, ഒന്ന് വാടിയ പോലെ ഇരിക്കും. അതില്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ഇപ്പം മേടിച്ച് നമ്മൾ കൊണ്ടുവന്ന പോലെ ഇരിക്കാനായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഈ ഒരു ഐസ് വാട്ടറിൽ ഈ ഒരു വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സാലഡ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ക്രഞ്ചി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പത്തിനാണെങ്കിലും നമ്മൾ ഇഡ്ഡലി മാവാണെങ്കിലും പൊങ്ങി പുറത്തേക്ക് പോകാനോ. നമ്മൾ അപ്പോൾ അപ്പത്തിനൊക്കെ അടിച്ച് വെക്കുമ്പോൾ തന്നെ ഒരു പകുതി ഉപ്പ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എടുക്കുമ്പോഴല്ലേ നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മാവ് അരച്ച് വെക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ പൊങ്ങി പുറത്തേക്ക് പോവില്ല. ആവശ്യത്തിന് മാത്രം അത് പൊങ്ങി വരുള്ളൂ. അതുപോലെ നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചുടുന്ന സമയത്തും ബാക്കി ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഫുൾ ഉപ്പ് ഇട്ട് കൊടുക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തണുപ്പ് കാലത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പൊടി പൊങ്ങി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ടുണ്ടെന്ന് അത് പുറത്തേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഉള്ള ചൂടിന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങി പുറത്തേക്ക് പോകും, അത്ര ചൂടാണുള്ളത്. അപ്പോൾ തണുപ്പ് കാലത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ആ ഒരു മാവ് പൊങ്ങി വരില്ല കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് മാത്രം നല്ല രീതിയിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് അപ്പം വരുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയാലും രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു അപ്പം ഇരിക്കും കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആണ്, പക്ഷേ വളരെ ഉപകാരപ്രദമായ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാവൊക്കെ തുളുമ്പി പുറത്ത് പോയി എന്ത് ബുദ്ധിമുട്ടാണ്. അടുത്തായിട്ടുള്ളത് നമ്മൾ ഇതുപോലെ നെയ്യ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുപ്പി നമുക്ക് കഴുകിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് കഴുകിയെടുക്കുക. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഏത് ലിക്വിഡ് ആണെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ കുലിക്കിയതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്താൽ ആ മെഴുക്ക് ഫുള്ള് എല്ലാ സൈഡിലും പിന്നെ ആ ഒരു വിടവിൽ നമ്മളൊന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. നമ്മൾ ആ സ്പോഞ്ച് കൊണ്ട് കഴുകുമ്പോൾ അതിൽ സ്പോഞ്ചിൽ കുറേ നെയ്യ് പിന്നെ ആ സ്പോഞ്ച് കഴുകിയെടുക്കാൻ പാട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇതൊന്നും ഉണ്ടാവില്ല. നെയ്യ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഗസ്റ്റും അതുപോലെ തന്നെ വീട്ടിൽ കുട്ടികളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇതുപോലെ സ്നാക്കും അത് നമുക്ക് പാത്രങ്ങൾ ഇതുപോലുള്ള പാത്രങ്ങൾ കൂടുതലായിരിക്കും വെക്കേഷൻ ടൈം. അല്ലെങ്കിൽ ഉണ്ടാകും ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. കുറച്ച് ഐസ് ക്യൂബ്സ് അതിന് ആവശ്യമാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മെഴുക്കും സോസും ഒക്കെ ഉള്ള പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് ആ സിങ്ക് ഒക്കെ നല്ലതുപോലെ കഴുകണം. പിന്നെ നമ്മൾ കഴുകുന്ന സ്പോഞ്ച് ഒക്കെ ആണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകണം. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ ആ സ്പോഞ്ചിന് ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ സിങ്കിന്റെ ഓവിലേക്ക്
ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിന് ചുറ്റിനും ഒന്നും ഈ ഒരു മെഴുക്കോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു പാത്രം സിമ്പിൾ ആയിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി. ഞാൻ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കാനായിട്ട് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നിങ്ങൾ കയ്യിൽ ഏതാണോ അത് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കുലുക്കി കൊടുക്കുക. നല്ല രീതിയിൽ എല്ലായിടത്തും ഐസ് ആ ഒരു മെഴുക്കൊക്കെ പിടിച്ചെടുക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ അത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ പാത്രത്തിൽ ചുറ്റിനുമുള്ള ആ ഒരു മെഴുക്കൊക്കെ പോയി കിട്ടുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. കുട്ടികളോട് പറഞ്ഞാൽ അവർക്കും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള മെഴുക്ക് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഡബിൾ പണിയാണ്. സിങ്കും കഴുകണം, പാത്രവും കഴുകണം, സ്പോഞ്ച് കഴുകണം, അങ്ങനെയൊക്കെ കുറേയൊക്കെ പരിപാടി. ഇതൊന്നും വേണ്ട. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം കണ്ടില്ലേ, ഇതിപ്പം ആ സിങ്കിൽ എവിടെ ആകാതെ തന്നെ ആ ഐസിന്റെ ഒപ്പം ആ മെഴുക്കും സാധനങ്ങളൊക്കെ പോയിക്കോളും. ഇനി ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് കഴുകിയെടുത്താൽ മതി. അതിൽ മെഴുക്കൊന്നുമില്ല, വെറുതെ ഒന്ന് ഇതുപോലെ കഴുകിയെടുത്താൽ മതി. വളരെ ഉപകാരപ്രദമായ വീഡിയോ എന്ന് തോന്നിയാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത്. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. കണ്ടില്ലേ, നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നില്ലേ. ഒരു എന്താ പറയാ 2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കണ്ടില്ലേ, സ്പോഞ്ചിലൊന്നും ഒരു മെഴുക്കോ ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് കഴുകി പിന്നെ എടുക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇത്രയും മെഴുക്കുള്ള ഒരു പാത്രം കഴുകിയെടുക്കാൻ തന്നെ സ്ത്രീകൾക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇല്ലേ. എനിക്കൊക്കെ ഈ ഒരു പാത്രം കാണുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ടിപ്സും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.